ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴും ചർച്ചാ വിഷയമായി പല ഭാഗങ്ങളിൽ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി ബംഗാളിലോട്ട് പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പൊ അവിടെ BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ വലിയ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്തായാലും ബംഗാളിലോട്ട് വന്ന് പ്രചരണം നടത്തുകയാണല്ലോ. അപ്പൊ ഇനി അവർക്ക് അവിടെ ജയിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, രാഹുൽ ഗാന്ധി ചെയ്തോളും. തൃണമൂൽ കോൺഗ്രസിന്റെ കയ്യിൽ കമ്പും കുറുവടിയൊക്കെ കൊടുത്ത് അതിർത്തി കടക്കാതെ നോക്കിക്കൊള്ളണം എന്ന് മമതാ ബാനർജി പറയുന്നുമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി വന്ന് നടത്തുന്ന പല പ്രസ്താവനകളും ഉണ്ട്. അത് അത് BJPക്ക് വളരെയധികം ഫേവർ ചെയ്യുന്ന പ്രസ്താവനകളാണ്. എന്തുകൊണ്ടാണ് BJPക്ക് ഇത്രയധികം സ്ത്രീ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്തത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം അത് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ പ്രസ്താവനയാണ്. അത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഒന്ന്, പിന്നെ രാഹുൽ ഗാന്ധി ആ പ്രസ്താവന നടത്തിയ ആൾക്കാരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് പറഞ്ഞു, രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ളവരും, അതായത് ഒരു വേദിയിൽ വെച്ച് പച്ചത്തെറി പറയുകയാണ്. അപ്പൊ പ്രധാനമന്ത്രി അതിന് റിയാക്ട് ചെയ്ത് അന്നേ എനിക്ക് ഓർമ്മയുണ്ട്, ബിജുചേട്ടൻ പറയുന്നുണ്ട്. കാരണം എല്ലാം ശ്വസിക്കുന്നതിൽ വരെ രാഷ്ട്രീയം കാണുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, ഇത് ഞാൻ ക്ഷമിക്കും, പക്ഷെ ഈ നാട്ടിലുള്ള കോടാനുകൂടി അമ്മമാർ ക്ഷമിക്കില്ല. എന്റെ അമ്മയല്ല, ഈ നാട്ടിലുള്ള മുഴുവൻ അമ്മമാരെയാണ് ഇവർ ഈ ആക്ഷേപിച്ചിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി. അതിനുശേഷം ഗയയിൽ പോയിട്ട് അമ്മയ്ക്ക് തർപ്പണവും നടത്തിയല്ലോ പ്രധാനമന്ത്രി. അന്നും നമ്മളൊരു ചർച്ച നടത്തിയതാണ്. അപ്പോ അതുകൊണ്ട് ബംഗാളിലോട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വന്നിട്ട് ദയവ് ചെയ്ത് എനിക്ക് കിട്ടാനുള്ള വോട്ട് ചോർത്തിക്കൊണ്ട് പോകരുതെന്നാണ് മമതാ ബാനർജിയുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. അപ്പോ രാഹുൽ ഗാന്ധിയുടെ ആഫീസ് അടപടലം പൂട്ടി. ഇന്നലെ 272 പേര് എഴുതി ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ജഡ്ജിമാരുണ്ട്, വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ട്, വിമുക്ത ഭടന്മാരുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയൊന്നും കണ്ടില്ല. സാധാരണ ഏതെങ്കിലും ഒരു ജഡ്ജി എവിടെയെങ്കിലും BJPയുടെ ഏതെങ്കിലും ഒരു അണിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും മാധ്യമങ്ങൾ അത് അന്തിച്ചർച്ച വയ്ക്കുന്നതാണ്. ജഡ്ജി പറഞ്ഞു എന്ന് പറഞ്ഞു, കേട്ടിട്ടില്ലേ? ജുഡീഷ്യറി തകർത്തു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നതാണ്. ഇത്രയും ജഡ്ജിമാർ ഒരുമിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ഇറങ്ങിയിട്ട് പോലും ഒരു വാക്ക് പോലും പറഞ്ഞ് ഞാൻ കേട്ടില്ല. എന്താണ് നടക്കുന്നത് ചേട്ടാ? ശരിക്കും പറഞ്ഞ BJPയുടെ വിജയത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളാണ്. അവരുടെ നാക്ക് ഈ ഇലക്ഷൻ ടൈമിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചാൽ തന്നെ കുറച്ച് സീറ്റ് BJPയുടെ കുറയ്ക്കാൻ പറ്റും. ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 3-4 ഉദാഹരണങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരു മാക്കുറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലൊരു യൂത്ത് കോൺഗ്രസ് നേതാവുണ്ട്. അദ്ദേഹം വീണ്ടും സജീവമായിട്ടുണ്ട്. ഇദ്ദേഹത്തെ കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അദ്ദേഹം നിയമസഭാ സാമാജികനോ ഇല്ലെങ്കിൽ അങ്ങനെ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള വ്യക്തിയല്ല. പക്ഷെ അദ്ദേഹം കോൺഗ്രസ് ഉണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. അദ്ദേഹം കാസർഗോഡ് ബീഫ് വിരുദ്ധ പരിപാടി നടന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ ആളാകാൻ വേണ്ടി ഇദ്ദേഹം ഒരു പശുക്കുട്ടിയെ അറത്തു പരസ്യമായിട്ട്. അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ അതിനകത്ത് കണ്ണൂർ അദ്ദേഹം അതിന്റെ ഫോട്ടോയും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇരുപ്പതായിരുന്നു കേട്ടോ. കാരണം അത് 2014 മോദി കയറി കഴിഞ്ഞ ശേഷം പുള്ളി നടത്തിയതാ. ഇന്നും അത് കിടന്ന് പ്രചരിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അന്ന് ചെയ്ത 15 വർഷം ചെയ്തിട്ട്. അല്ല, അത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആദ്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്തു നോർത്ത് ഇന്ത്യയിൽ. രണ്ടാമത് ഈ മധ്യപ്രദേശ് രാജസ്ഥാൻ ഹൈലൈറ്റ് ചെയ്തപ്പോൾ അവിടെ രണ്ടുപേരുടെ കഴുത്തറുത്ത് ഒന്ന് ഓർമ്മയുണ്ടോ? ഒരു തുണിക്കട കയറി രണ്ടുപേരുടെ കഴുത്തറുത്ത് കൊന്നതിന്റെ വീഡിയോ എല്ലായിടത്തും ഈ തീവ്രവാദികൾ തന്നെ, അതായത് മതവെറിയന്മാർ തന്നെ ആ വീഡിയോ എല്ലായിടത്തും പ്രചരിപ്പിച്ചിരുന്നു. ആ വീഡിയോയുടെ തൊട്ട് പിന്നാലെ വന്നത് ഈ ഇദ്ദേഹം പശുവിന്റെ കഴുത്തിറക്കുന്നതാണ്. അതിന് അവിടെ ഈ ഇലക്ഷൻ ടൈമിൽ വന്ന സാധനമാണ് പറയുന്നത്. കാരണം BJPക്കാരെ ടെക്നോളജി പരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രചരണ തന്ത്രത്തിലോ പിടിച്ചു കെട്ടുക ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അസാധ്യമായ കാര്യമാണ്. അത് വലിയ രീതിയിൽ, കാരണം അമിത് മാളവ്യ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നെ അവർക്കുണ്ട്, അവരുടെ IT ഹെഡ് തന്നെ. അപ്പം എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ കണ്ണിലെ കരടായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ അമിത് മാളവ്യ തന്നെയാണെന്ന് തോന്നുന്നു. വളരെ നിമിഷ നേരം കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പല കാര്യങ്ങളും പൊളിച്ചെടുക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ വളരെ വ്യാപകമായി തന്നെ നോർത്ത് ഇന്ത്യയിൽ പ്രചരിച്ചു. അതിന്റെ ഫലം എന്തെന്ന് ചോദിച്ചാൽ, ഈ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ജയിക്കുമോ ഇല്ലയോ എന്നൊരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല അവരുടെ വിജയത്തിന്റെ കാരണം, ഇതും അതിന് സഹായകരമായിട്ടുണ്ട്, കുറച്ച് സീറ്റെങ്കിലും വർദ്ധിപ്പിക്കുക. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ, രാജസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് അകത്ത് കുറെ വിമതശല്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ 2 ഗ്രൂപ്പ് പ്രബലമാണ്. അപ്പം വസുന്ധരാജ സിന്ധ്യയുടെ മറ്റു നേതൃത്വത്തിലുള്ള, അപ്പം അതങ്ങനെ പ്രബലമായി നിൽക്കുമ്പോൾ കോൺഗ്രസും BJP ഇങ്ങനെ കട്ടയ്ക്ക് ഇല്ല ഇഞ്ചോട് ഇഞ്ച് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇതൊക്കെ വലിയ രീതിയിൽ അവിടെ പ്രചരണ വിഷയമാക്കി വലിയ നേട്ടം അത് BJP ഉണ്ടാക്കി. അതിനുശേഷം നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം നടത്തിയ പ്രസ്താവന
ഈ സനാതന മതം എന്ന് പറയുന്ന ഒരു വൈറസാണ്, അതിനെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് എഫക്ട് ചെയ്തത് ഒരു ഒന്നൊന്നര എഫക്റ്റ് ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഇദ്ദേഹം ഈ തള്ളു തള്ളിയത്. ആവേശത്തിന് തമിഴ്നാട്ടിൽ വെച്ച് പറഞ്ഞാണെങ്കിലും ഇതിന്റെ പ്രകമ്പനം ഉണ്ടായത് തമിഴ്നാട്ടിലല്ല. നമ്മൾ പറയാറില്ലേ, ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നിടത്തല്ല അതിന്റെ ഒരു പിന്നെ ഫലം ഉണ്ടാകുന്നത്, മറ്റിടങ്ങളിലായിരിക്കും എന്നാണ് നമ്മൾ പറയാറുള്ളത് സാധാരണ. എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഈ കാറ്റുണ്ടാക്കി വിടും, അത് പിന്നെ ഒരു ചുഴലിയായിട്ട് ഇവന്മാർ തലയ്ക്ക് തന്നെ അടിക്കുന്നത്. അത് അന്ന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ BJP അത് അവരുടെ വോട്ടാക്കി മാറ്റുകയുണ്ടായി. അപ്പോ പണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല. മണിശങ്കർ അയ്യർ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഒരു നേതാവ് ചായക്കടക്കാരൻ നിന്ന് നീട്ടി വിളിച്ചതാണ് മോദി ഇന്നും ബ്രാൻഡാക്കി കൊണ്ടു നടക്കുന്നത്. എല്ലായിടത്തും പറയുന്നത് ഞാനൊരു ചായക്കടക്കാരനാണ് എന്ന് പറയുന്നു. ലോകം അത് ഏറ്റെടുത്തു. ഇന്നും ലോകത്തിലെ പ്രമുഖ നേതാക്കൾ ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഈ അടുത്ത് അദ്ദേഹം ബ്രിട്ടനിൽ ചെന്നപ്പോൾ അവിടെ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ലോണിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ചായ കുടിക്കുന്ന ഒരു വിഷ്വൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി ചായ കുടിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് കാണാം. ലോകത്തിന് മുമ്പിലാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു ഇത് ഏത് ചായയാണെന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്, ഈ ചായ ഉണ്ടാക്കിയ വ്യക്തിയോട്. അപ്പൊ അയാൾ പറയുന്നുണ്ട് ഇത് ഇന്നൊക്കെയാണെന്ന്. അല്ല, ഞാനൊരു ചായക്കാരനാണ്. അപ്പൊ എനിക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. 2022 ഞാൻ UP അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ഞാൻ അവിടെ പോയിപ്പോ. അപ്പൊ ഞാൻ ഈ പോകുന്ന വഴിക്ക് റിക്ഷാക്കാര്, സബ്ജി മാർക്കറ്റ് ഇവിടെയൊക്കെ കയറി ഞാൻ ഈ ആൾക്കാരോട് അവിടുത്തെ ഒരു റിയാക്ഷൻ അറിയും എങ്ങനെയാണ്. കാരണം അവരാണ് ഈ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ഇടത്ത് നമുക്ക് പൾസ് അറിയാൻ പറ്റും. അതൊരു സർവേക്കളും വലിയ ഫലം ചെയ്യും. അപ്പൊ അവിടെ അന്ന് പോയപ്പോ ഈ വഴിനീളൊക്കെ ഉള്ള ചായവാലാസ് ഉണ്ട്, വഴിയിലൊക്കെ ചായ വിൽക്കുന്നവര്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും ഇത്തവണ വോട്ട് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് യോഗിയല്ല അവരുടെ മുമ്പിൽ നിൽക്കുന്നത്, മോദിയാണ്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ചായക്കടക്കാരനാണ്, ഞങ്ങളുടെ ചായവാലയാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്ക് വോട്ട് ചെയ്യാൻ, ഞങ്ങൾ മരണം വരെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന എല്ലാ ഇതുണ്ട്. ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരും ഒപ്പം തന്നെ തൊഴിലാളികളും എല്ലാം, അതായത് ഞങ്ങളുടെ ഒരുവൻ, അതായത് ചായവാല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 5 സ്റ്റാർ റെസ്റ്റോറന്റും ചായക്കടക്കാരനെ നമുക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ കേരളം വിട്ടുകഴിഞ്ഞാൽ അങ്ങനെ വഴിയരികിൽ ചായ വെക്കുന്നവരുണ്ട്, ഒരു കെറ്റിലിൽ മാത്രം ചായ വെക്കുന്നവരുണ്ട്, രാത്രിയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ഉറങ്ങാതെ കാത്തിരുന്ന് കെറ്റിലിൽ വെക്കുന്നുണ്ട്. അവനും ഒരു കുടുംബമുണ്ട്. അവന്റെ വോട്ട് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അവൻ ആ ചായ വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു 4 വോട്ട് അവന്റെ വീട്ടിൽ തന്നെ ഉണ്ട് അല്ലേ. അവൻ പറഞ്ഞ് കേൾക്കുന്ന 1-2 സുഹൃത്തുക്കളെങ്കിലും കാണില്ലേ. ഇങ്ങനെയാണ് ഈ വോട്ടിന്റെ എണ്ണം പെരുകുന്നതും ഒരു മനുഷ്യൻ ഒരു മനസ്സിലേക്ക് കടന്നുകൂടുന്നത്. ആ മണിശങ്കർ അയ്യയുടെ ഒരു ഒറ്റ വിളിയാണ് മോദി പിന്നീട് ഒരു ബ്രാൻഡാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നരേന്ദ്രമോദിക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം അദ്ദേഹം തിരിച്ചു പറയില്ല, പക്ഷെ അത് തന്റെ നേട്ടമാക്കി അദ്ദേഹം മാറ്റാറുണ്ട്. ഇവിടെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ റാലിയിൽ വോട്ട് ചോരി എന്ന് പറയുന്ന നമ്മുടെ ഈ മലയാള മാധ്യമങ്ങൾ തള്ളിമറിച്ച വലിയ സംഭവം, ആ വോട്ട് ചോരി പോയ വഴിയിലൊന്നും ഒറ്റ സീറ്റ് പോലും BJP കിട്ടിയില്ല. അപ്പം ഇന്നലെ വേറെ സംഭവങ്ങളാണ്. കോൺഗ്രസ് 43 നേതാക്കളെ കോൺഗ്രസിന് കിട്ടിയില്ല. ഇന്നലെ 43 പേരെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. പുറത്താക്കി കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ താഴെ ഒരു സൂപ്പർ കമന്റ് ഞാൻ കണ്ടു. എന്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് ഇവരെ പുറത്താക്കിയെന്ന് അറിയാമോ? ഞങ്ങൾ 43 പേര് ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. 43 കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്താക്കിയത്. വാർത്ത വരുമല്ലോ. ബീഹാറിൽ തോറ്റുകഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് മറുപടിയൊന്നും കൊടുക്കത്തില്ല. അപ്പൊ ബീഹാറിലെ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ വോട്ടർമാർ വലിയ രീതിയിൽ തന്നെ, നമ്മൾ അതിന്റെ കണക്ക് സഹിതം കൊടുത്തിരുന്നതാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. വലിയ രീതി പുരുഷന്മാരെക്കാളും വലിയ രീതിയിൽ തന്നെ സ്ത്രീ വോട്ടർമാർ തടിച്ചുകൂടി. ഇതെന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ച് ഞാൻ അവിടെയുള്ള ചില സുഹൃത്തുക്കളുണ്ട്. അപ്പോ ബിൻചേട്ടനും മറ്റുമൊക്കെ മനോരമയുടെ ഒക്കെ ലേഖകനായിരുന്നു. ബിൻചേട്ടനൊക്കെ ഇപ്പോഴും പട്നയിൽ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തോട് അടക്കം ഞാൻ ചോദിച്ചപ്പോൾ ഇത് സ്ത്രീകൾക്കിടയിൽ ഈ മോദിയെ സംബന്ധിച്ച് UPയും ബീഹാറും ഒരു ദൈവമാണ്. അതിന്റെ കഥ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ദൈവമായിട്ട് കാണുന്നതെന്ന്. അത് ധനുഷിന് ഓർമ്മയുണ്ടാകും, ഈ ഷാളിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ കണക്കാണ് കാണുന്നത്. അപ്പൊ ഈ മോദി, അവരുടെ ഈ അമ്മ, പശു, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും പരിഭാവനമായി അല്ലെങ്കിൽ അവർ പവിത്രമായി കാണുന്ന ഒന്നാണ്. അതായത് ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ അവഹേളിച്ച്, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, പാഴ്സി ആയിക്കോട്ടെ, വിശ്വാസത്തെ അവഹേളിച്ചു കഴിഞ്ഞാൽ അവൻ സഹിക്കില്ലത്. ഒന്നും വേണ്ട, നമ്മൾ കറുപ്പും ഇട്ടിട്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ശബരിമല സമയമാണല്ലോ, മണ്ഡലകാലമാണ്, ആ മാലയിട്ട് പോകുന്ന ഒരു ഭക്തനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ചിലപ്പോ ആ കുഞ്ഞൊന്നും മിണ്ടില്ലെങ്കിലും അത് കേട്ടോണ്ട് നിൽക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോകും. കാരണം അതൊരു വിശ്വാസമാണ്, അതിനെ നമ്മൾ ഹനിക്കാൻ പാടില്ല. നമുക്ക് ബഹുമാനമില്ലെങ്കിൽ വേണ്ട, പക്ഷെ അതിനെ ഹനിക്കാൻ പാടില്ല. ഈ പശു എന്ന് പറഞ്ഞ് മലയാളികൾ ട്രോളിട്ട് രസിക്കും. പക്ഷെ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് പശുവിനെ കുറിച്ച് കുന്തം അറിയില്ല. ഇന്ത്യയിൽ നിന്ന് 9 ലക്ഷം കോടി രൂപയുടെ വാർഷിക വരുമാനം ഉണ്ടാക്കി തരുന്ന ഈ കന്നുകാലികളാണ്
അതിന്റെ ആനുകൂല്യങ്ങളാണ് ഈ രാജ്യത്തെ 140 കോടി പൗരന്മാരും അനുഭവിക്കുന്നത്. അത് റോഡായാലും പാലമായാലും എയർപോർട്ടായാലും ഒക്കെ പോട്ടെ, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് അവർ എന്താണ് അവർ ചിന്തിക്കുന്നത് ചിന്തിച്ചോട്ടെ. അപ്പം ഇതൊരു വലിയ വിഷയമാണ്. അവിടെയാണ് ഈ ഒട്ടുചോരി യാത്രക്കിടയിൽ രണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു മോദിയുടെ അമ്മയ്ക്കെതിരെ. പച്ചത്തെറിയാണ് വിളിക്കുന്നത്. ഈ മുദ്രാവാക്യം വലിയ രീതിയിൽ വൈറലായി മാറുന്നു. ഇത് ഇവന്മാർ തന്നെ കട്ട് ചെയ്ത് എല്ലായിടത്തും ഇട്ടു. ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇത് തന്നെ ആവർത്തിക്കുകയും ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാകാതിരിക്കുകയും മറ്റു ചെയ്തു. ഒരു AI വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നരേന്ദ്രമോദിയുടെ അമ്മയുടെ. അതായത് മോദി കിടന്നുറങ്ങുമ്പോൾ മോദിയുടെ അമ്മ വന്ന് സ്വപ്നത്തിൽ പറയുകയാണ്, മോനെ നീ എന്റെ വോട്ട് അതെങ്കിലും നീ ഇതിൽ ചേർക്കാതെ ഇരിക്കണം, വോട്ട് ജോലി എന്നെ ഉൾപ്പെടുത്തരുതെന്ന് പറയുന്ന ഒരു വീഡിയോ. അത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. ഇത് BJP അത് ബീഹാറിൽ വലിയ രീതിയിൽ പ്രചരണ വിഷയം. അതിന് നരേന്ദ്രമോദി തന്നെ അവിടുത്തെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ധനുഷ് നേരത്തെ പറഞ്ഞ ആ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. എന്റെ അമ്മയല്ല ഈ നാട്ടിൽ, എന്റെ അമ്മയെ പറഞ്ഞുകൊണ്ട് എനിക്ക് വിഷയങ്ങളില്ല, പക്ഷെ ഈ നാട്ടിലെ ഇത്രയും പേരുടെ അമ്മ ഇത് വളരെയധികം ഇത് ചെയ്തു. ഇപ്പം പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നത് കള്ളമാണോ എന്നുള്ളത് ഇപ്പം യൂട്യൂബിലും മറ്റുമൊക്കെ കയറി സെർച്ച് ചെയ്യാം. ബീഹാർ ഇലക്ഷൻ റിയാക്ഷൻസും ഒപ്പീനിയൻ പോൾസും ഒക്കെ എടുത്താൽ മതി. ഒരുപാട് ചാനലുകൾ പോയി സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്. ഈ ഗ്രാമീണ മേഖലയിലൊക്കെയുള്ള സ്ത്രീകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, മോദി ഞങ്ങളുടെ ഭഗവാനാണ്, മോദിയുടെ അമ്മയാണ് പറഞ്ഞത്. മോദിയുടെ അമ്മയല്ല പറഞ്ഞത്, ഞങ്ങളെയാണ് പറഞ്ഞത്. ഒരു അമ്മയെ ബഹുമാനിക്കാത്തവന് എങ്ങനെയാണ് ഈ വോട്ട് ചോദിക്കാൻ പറ്റുന്നത്? അതൊരു ചോദ്യം ന്യായമാണ്. ഒരു അമ്മയെ പറയുന്നവനെ അല്ലെങ്കിൽ അമ്മയെ ബഹുമാനിക്കാത്തവൻ എന്ത് ഇതാ കൊടുക്കുന്നത്? ഞങ്ങൾക്ക് ഈ ബീഹാറിൽ നിന്ന് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഇല്ലാതെ രാത്രിയിലും മറ്റും ഇറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ പെൺമക്കൾക്ക് ഇന്ന് മറ്റിടങ്ങളിൽ പോയി പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് മോദി വന്നതിന് ശേഷമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി സ്ട്രോങ് ആയത്. ഞങ്ങൾക്ക് ഈ നല്ലൊരു റോഡ് കാണാൻ പറ്റിയത് ഇപ്പോഴാണ്, ബിജിലി കിട്ടിയത് ഇപ്പോഴാണ്, ജലം കിട്ടിയത് ഇപ്പോഴാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇവൻ എന്ത് വൃത്തികെട്ടവനാണെന്നാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്ന തെറി അതിന്റെ അപ്പുറത്തെ തെറിയാണ് ഈ സ്ത്രീകൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ഒറ്റ വാക്കാണ് അവിടുത്തെ ഈ സ്ത്രീകളുടെ മനസ്സിനെ പിടിച്ച് ഉലച്ച ഒരു കാര്യം. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നേതാക്കളുടെ വഴിവിട്ട വാക്കുകള് ശരിക്കും ഈ വോട്ടർമാർക്കിടയിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇപ്പോഴല്ലല്ലോ, ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ. ഈ മുദ്രാവാക്യങ്ങളാണല്ലോ ഇലക്ഷന്. ഗരീബി ഹടാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നത്. അപ്പൊ എന്താണ് CPM LDF വരും, എല്ലാം ശരിയാകും. ഈ ഒരു മുദ്രാവാക്യത്തിന് ഭയങ്കര പവർ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഈ ഉപയോഗിക്കുന്ന വാക്കുകൾ. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ വളരെ ശക്തമാകുമ്പോൾ ഇതെല്ലായിടത്തും എത്താനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ CPM, ഞാൻ എപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ ബുദ്ധിയുള്ള പാർട്ടി CPM ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അവന്മാർക്ക് എല്ലാ അടവും നന്നായിട്ട് അറിയാം. അപ്പൊ അവർ നോക്കിക്കോളൂ, ഒരു വർഷം മുമ്പ് വരെ BJP നഖശികാന്തം ഊടുപാടും ചീത്ത വിളിച്ചിരുന്നവന്മാരാ. ഒരു വർഷമായിട്ട് എന്തെങ്കിലും BJPക്കെതിരെ പറയുന്നുണ്ടോ? ഇല്ല. അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം CPM ഒരു ഹിന്ദു പാർട്ടിയാണ്, BJP ഒരു ഹിന്ദു പാർട്ടിയാണ്. CPM ഇപ്പൊ മത്സരിക്കുന്നത് BJPയേക്കാൾ വലിയ ഹിന്ദു പാർട്ടി ആകാനാണ്. BJP എന്തെങ്കിലും ഒരു പിന്നെ ജയ് ശ്രീരാം വിളിച്ച അതുക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനാണ് ഇപ്പൊ CPM-ന് വ്യഗ്രത. ഉള്ള അമ്പല കമ്മിറ്റി മുഴുവൻ ഇടിച്ച് കയറിയിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു സ്വാമിമാരെ കണക്ക് 3-4 കുറിയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഇപ്പൊ സത്യത്തിൽ ഞാൻ മുമ്പും പറയാറുണ്ട്, ഇപ്പൊ നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങി നടന്ന പലയിടത്ത് കാണുമ്പോൾ സംഘി ഏതാ സഖാവ് ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത ഒരു സമയമാണ്. ഇത് ഏതാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വിശ്വാസത്തിന്റെ ഒക്കെ പരകോടിയിലാണ്. ഇപ്പൊ എന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇപ്പോൾ 3 നേരം ഫുഡുണ്ട്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. അതൊക്കെ ഇടക്കാലത്ത് നിന്നിരുന്നതാണ്. ഇപ്പൊ ഈ മണ്ഡലകാലം ആയതുകൊണ്ട് ഇപ്പൊ വീണ്ടും സജീവമായി. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവരും കൂടി സജീവമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇത് നടത്താനും പിരിവെടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇനി ഹിന്ദുവിനെ മുറിവേൽപ്പിക്കുന്ന ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള മോശം പദപ്രയോഗങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് തന്നെയാണ് ബീഹാറിലും സംഭവിച്ചത്. ഇനി കേരളത്തിലേക്ക് നോക്കൂ. ഈ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു നേതാവ്, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്, കാശ്മീരിൽ നിന്ന് ചേർത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിക്കാമല്ലോ രാഹുൽ ഗാന്ധിക്ക്. ഈ B. ഗോപാലകൃഷ്ണൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ മത്സരിച്ച ആളാ. അങ്ങനെ ആ മനുഷ്യൻ ജയിച്ചാണ് കോർപ്പറേഷൻ ആ വാർഡിൽ നിന്ന്. അപ്പം ഇല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ചേർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ അദ്ദേഹം പിടിച്ച് ഇപ്പൊ ആ ചെയർമാനായിട്ടിരിക്കുന്ന മനുഷ്യന് സ്വന്തം പാർട്ടി ജയിക്കാൻ പറ്റാത്ത 10 പേരെ കൂടുതലായിട്ട് ചേർത്ത് ജയിക്കാൻ പറ്റാത്ത ആ മെമ്പർ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 60,000 വോട്ട് ചേർത്തു എന്ന് അദ്ദേഹം പറയുന്നതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തുകയാണ് മീഡിയയുടെ മുമ്പിൽ. അതാണ് അതിന്റെ രസം. എനിക്ക് തോന്നുന്നു അതിന് മധുരപ്രതികാരം BJP വീട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ ഗോപാലകൃഷ്ണന്റെ ഒരു ഡാൻസ് അവർ ഭയങ്കരമായി വൈറലാക്കുകയുണ്ടായി.
അതെ എനിക്ക് അതെ തോന്നുന്നു ഗോപാലകൃഷ്ണൻ പാൻ ഇന്ത്യനായി മാറിയ ഒരു കാഴ്ചയാണ്. ഒരു പക്ഷേ കേരളത്തിൽ BJP-ക്കാരൊക്കെ ഗോപാലകൃഷ്ണന് മുമ്പും വർക്ക് ചെയ്ത BJP-ക്കാർ പോലും ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടാകില്ല. ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ പറഞ്ഞില്ല, ഈ വാർത്ത കണ്ടിട്ട് അവിടുന്ന് ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു ഇദ്ദേഹം വലിയ സംഭവമാണെന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പക്ഷെ അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം, ഒരു പാവമാണ്. അങ്ങനെ ഈ വോട്ട് കൊള്ളയോ ഇല്ലെങ്കിൽ ഈ കൊള്ളക്കാരൻ എന്നുള്ള രീതിയിലാണ്. കാരണം പുള്ളിയെ കണ്ടു കഴിഞ്ഞാലും വലിയ മീശയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലുക്കും കൂടെ വരും. പുള്ളി അങ്ങനെയാണല്ലോ പറയുന്നത്, പുള്ളിയുടെ ബൈറ്റ് അതെ അതെ നമുക്കറിയാം. നമ്മുടെ മലയാളം മീഡിയം പുള്ളി ആദ്യമായിട്ട് ഞങ്ങൾ ഇനി ചേർക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ കരുതിയത് പുള്ളി അതൊരു ഡോൺ ആണ് കേരളത്തിലെ അതെ BJP. അതെ ഞാൻ പറഞ്ഞു ഡോൺ എന്നുള്ള ഒരു പാവം പിടിച്ച മനുഷ്യനാണ് അതെ പുള്ളി, അങ്ങനെ സംസാരിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. നാക്കാണ് പ്രശ്നം, അതുകൊണ്ട് സംഭവിച്ചു പോയി. പക്ഷെ അതെന്ത് പറ്റി, അത് വലിയ രീതിയിൽ ഹൈലൈറ്റ് ആയി വന്നു. അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തില്ലേ അത്. ഈ സുരേഷ് ഗോപി എടുത്ത് കഴിഞ്ഞ 5 വർഷവും ഈ മാധ്യമങ്ങളൊക്കെ നടന്ന് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞ് അത് പകുതി കോൺട്രിബ്യൂട്ട് ചെയ്തത് സുരേഷ് ഗോപി തന്നെയാണ്. കാരണം മാധ്യമങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കും അദ്ദേഹം, ബാക്കി മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തോളും. അപ്പം ഇങ്ങനെ ചെയ്ത് അദ്ദേഹത്തിനുണ്ടാക്കിയ ഇമ്പാക്ട് എന്തുമാത്രമാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം 2002 അധികാരത്തിൽ ഏറിയത് മൂലം 99% മാധ്യമങ്ങളും ജനങ്ങളും തന്നെ എടുത്തു പറയണം. എനിക്ക് ഇപ്പോഴും അറിയാം, ഈ പറയുന്ന ഇപ്പൊ BJP-ക്കാരെന്ന് പറയുന്നവരുണ്ടല്ലോ, ഈ BJP വോട്ട് ചെയ്യുന്നു പറയുന്ന ജനമുണ്ടല്ലോ, ആ ജനമൊക്കെ വളരെ നിശിതമായി നരേന്ദ്രമോദി വിമർശിച്ചുകൊണ്ടിരുന്നതാണ് മുമ്പ്. ക്രൂരനാണ്, മതവെറിയനാണ്, മതഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ജനമാണ്. അങ്ങനെ പറഞ്ഞ് അവര് പിന്നീട് ഈ മോദി എന്ന് കേട്ട് എന്താണ് ഈ മോദി എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അവിടെയാണ് അദ്ദേഹം ജയിച്ചു കയറിയത്, ലോകത്തിന്റെ നെറുകയിലേക്ക് കയറും. നമ്മളൊരാളെ മനസ്സിലാക്കുമ്പോഴാണല്ലോ അദ്ദേഹം എന്താണ് എന്ന് മനസ്സിലാകുന്നത്. ഞാൻ ആ സമയത്ത് 2017 തമിഴ്നാട് പോകുന്ന സമയത്ത് ഇലക്ഷൻ ടൈമാണ്, അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ചിഹ്നം ചോദിക്കും. കാരണം ഈ ഗ്രാമീണരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഈ ചിഹ്നം പതിഞ്ഞെങ്കിൽ മാത്രമേ വോട്ട് കിട്ടൂ. അല്ലാതെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സെക്കൻഡ് ചോയ്സ് മാത്രമാണ് ഗ്രാമീണ മേഖലയിൽ. കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ചിഹ്നം വെച്ചിരിക്കുന്നത്? കാരണം നമ്മൾ ഈ പേരൊക്കെ നോക്കി വോട്ട് ചെയ്യാനായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. കാരണം കണ്ണിന്റെ പ്രശ്നം കാണാം, ഇല്ലെങ്കിൽ അത് പേരൊക്കെ വായിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ആണ് ഒരു പേരിൽ തന്നെ പല സ്ഥാനാർത്ഥികൾ കാണും, സുരേന്ദ്രൻ, നരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാണും. കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കും, ഞാൻ അന്ന് ചെല്ലുമ്പോൾ 2017 അതിന് മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, ഈ കൈപ്പത്തി കാണിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് ചിഹ്നം, അത് കോൺഗ്രസ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. BJP-യുടെ ചിഹ്നം കാണിച്ചിട്ട് അത്തരം ഗ്രാമങ്ങളിൽ ഏത് പാർട്ടിയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മോദിയെ കുറിച്ച് ചോദിക്കും, മോദി എല്ലായിടത്തും ഫെമിലിയർ ആണ്. കാരണം നിരന്തരം അവർ കേട്ടുകൊണ്ടിരിക്കുന്ന മോദിയാണ്. ചീത്ത വിളിക്കുന്നതായാലും നല്ലത് പറയുന്നതായാലും മോദി. മറ്റു രാജ്യങ്ങളിലെ ആളുകൾ പറയുന്നതും മോദി. പാകിസ്ഥാൻ നാക്കെടുത്താൽ മോദിയെ മാത്രമേ പറയാറുള്ളൂ. ഭീകരന്മാർ പറയുന്നത് മോദിയെ, മറ്റുള്ളവർ പറയുന്നത് മോദിയെ. അത് സർവ്വവ്യാപിയായിട്ട് എല്ലായിടത്തും നിൽക്കുന്നു. അപ്പൊ ഇവിടെയാണ് നാക്കുപിഴ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. പൊതുപ്രവർത്തകര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനവും നാക്ക് തന്നെയാണ്. കാരണം നമ്മളൊരു കയ്യടി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ അത് ഈ പുതിയ കാലഘട്ടമാണ്, കൃത്യമായി തന്നെ വോട്ടായി പെട്ടി വീഴും. അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.